ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു റൂം ക്ലീനിങ് നോക്കാം. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ബെല്ല് വരില്ലേ, ആ ബെല്ലിലും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ റൂമാണ്. ഇത് സ്റ്റഡി റൂമാണ്. ശരിക്കും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി റൂമായിരുന്നു. പക്ഷേ പിള്ളേർ അതിൽ ഇരുന്ന് പഠിക്കാറില്ല. അങ്ങനെ അത് ഒരു ഗസ്റ്റ് റൂം പോലെ ആക്കിയിട്ട് ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് അവിടെ റെഡിയാക്കി സ്റ്റഡി റൂം മുകളിലേക്ക് മാറ്റി. അപ്പോൾ അതിനകത്ത് ഷൂസുകൾ ഒക്കെ വെക്കുന്നത് ഒരു അലമാരി പഴയത് അത് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടൊക്കെ ഇടുന്നത്. ഡ്രസ്സ് മാറിയിടുന്ന സ്ഥലമൊക്കെ അതാണ്. അപ്പോൾ അത് ഷൂസ് എന്തായാലും ഇത്തിരി പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ ഒന്നെല്ലാം മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് തിരിച്ചിതെല്ലാം ഒന്ന് കയറ്റണം. അതാണ് ആ മുറിയിലുള്ള ആകെയുള്ള പണി. വേറെ ടോയ്ലറ്റൊന്നും ഇല്ലല്ലോ. ഇത് സ്റ്റഡി റൂമായിട്ട് ആയിരുന്നുകൊണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ എഡ്ജസ് എന്തായാലും ഈ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്താലേ ശരിയാകുള്ളൂ. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗുണം. പിന്നെ അതിൻ്റെ നടുഭാഗങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ തുണി മുക്കിയിട്ട് അങ്ങോട്ട് തുടക്കാം. അപ്പോൾ ഇത്തിരി സൺഫ്ലവർ ഓയിലും വിനാഗിരിയും ഞാൻ ആ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. നീറ്റായിട്ട് എല്ലാം ക്ലീനായിട്ട് പോകും. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇളയവന് വന്നിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്ന്. രണ്ടാമത്തെ ആൾ ഉണ്ടായിരുന്നില്ല. ഇളയവൻ വന്ന് ആ ഗ്ലാസ്സുകളൊക്കെ തുടച്ച്, പിന്നെ കുറച്ച് രണ്ട് ജനലുണ്ട് അവിടെ, ആ ജനലുകളൊക്കെ ഒന്ന് തന്നെ തുടച്ച് തന്ന്. പിന്നെ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് എൻ്റെ കയ്യെത്താത്ത സ്ഥലങ്ങളിലൊക്കെ അവരോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും. അപ്പോൾ ലാഡർ വെച്ച് കയറേണ്ട അത്രയും പൊക്കമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ലാഡർ ഉപയോഗിക്കുകയുള്ളൂ. ചെറിയ സ്ഥലങ്ങളിലൊന്നും ഞാൻ ലാഡർ എടുക്കാറില്ല. ഇവരുടെ അടുത്ത് പറയും ഒന്ന് ചെയ്തേക്കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. പിന്നെ ഇപ്പോൾ റൂബി ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അവൾ അതിനെ നടക്കുന്നുണ്ടാവും. അവൾക്ക് അതാ ഇഷ്ടം. വേറൊരു സ്ഥലത്തേക്ക് അവൾ പോവില്ല. ഞങ്ങൾ ഉള്ള സ്ഥലത്ത് തന്നെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ഇവർ രണ്ടുപേരും ഉണ്ടാവും കേട്ടോ. ഇളയ ആളും ഉണ്ടാവും, ഈ റൂബി ഉണ്ടാവും. രണ്ടുപേരും ഉണ്ടാവും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ മാത്രമല്ലേ. അപ്പോൾ റൂബി ഉണ്ട് എൻ്റെ കൂടെ. ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പോൾ അവിടെ ഇത്തിരി മാറാമ്പൽ പോലെ കണ്ടിട്ട് ഞാനൊന്ന് തുടച്ചതാണ്. ഈ കർട്ടനൊക്കെ ഇട്ടേക്കുമ്പോൾ എന്തായാലും മാറാമ്പൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ നിങ്ങൾ ഈ ഇത് കട്ടില എന്ന് പറയില്ലേ, വാതിലിൻ്റെ കട്ടില, അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് മാറാമ്പലുണ്ടാവും കേട്ടോ, ചെറുത്. അതൊക്കെ ഈ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല നീറ്റായിട്ടാണ് പോണത്. ഈ തുണി വെച്ച് തുടച്ചാലൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മാറാമ്പലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വാക്യൂം ക്ലീനർ ഉള്ളവർ അത് വെച്ചിട്ട് എടുക്കണമായിരിക്കുള്ളൂ ഏറ്റവും നല്ലത്. കാരണം മാറാമ്പലിൻ്റെ അകത്ത് എട്ടുകാലി ഉണ്ടാവും. എന്തായാലും മാറാമ്പൽ മാത്രമേ നമുക്ക് അടിച്ച് മാറ്റാൻ പറ്റുള്ളൂ. എട്ടുകാലി ചാടി ഇപ്പുറത്തേക്കൊക്കെ ഹൈഡ് ചെയ്തിരിക്കും. അപ്പോൾ വാക്യൂം ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാം വലിച്ചങ്ങോട്ട് എടുത്തേക്കും. അതായത് എട്ടുകാലി അടക്കം മാറാമ്പലടക്കം എല്ലാം കൂടി ഇങ്ങോട്ട് അകത്തേക്ക് പോയിക്കോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ മാറാമ്പൽ പിടിക്കുന്ന ആ ഒരു ഉപദ്രവം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര തന്നെ മാറാമ്പൽ തുടച്ചു കഴിഞ്ഞാലും എട്ടുകാലി രക്ഷപ്പെട്ട് വല്ലയിടത്തും മാറിയിരിക്കുന്നുണ്ടാവും. അവർ പിറ്റേ ദിവസം മുതൽ അവരുടെ വർക്ക് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ രണ്ട് ജനൽ തുടച്ചാൽ മാത്രം മതി, കൂടുതൽ വർക്കൊന്നുമില്ല. ഞാൻ ആ മതിലിൻ്റെ അരികിലുള്ള ആ ഭാഗങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് അവിടെ നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ മതിലിൽ അഴുക്കായാലും അത് തുടച്ച് കളഞ്ഞേക്കണം. പിന്നെ ഈ ബെഡ്ഷീറ്റൊന്ന് മാറ്റിയാൽ മാത്രം മതി. വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല, കൂടുതൽ പണിയില്ല. ചെറിയൊരു റൂമല്ലേ. പിന്നെ ബെഡ്ഷീറ്റൊന്ന് വിരിച്ചപ്പോൾ ഈ ബെഡ്ഷീറ്റ് രണ്ട് സൈഡ് മറിച്ച് തിരിച്ചിടാട്ടോ. രണ്ട് സൈഡിലും രണ്ട് ടൈപ്പ്. പക്ഷേ ഇത് കോട്ടൺ അല്ല, എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, കുഴപ്പമൊന്നുമില്ല. രണ്ട് സൈഡിലും രണ്ട് ഡിസൈനാണ്. ഇതൊക്കെ പഴകിയതാട്ടോ, ഒരുപാട് പഴയതാണ്. അപ്പോൾ അത് ഒന്നിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഞങ്ങളിത് ഉച്ചയ്ക്ക് ശേഷമാണ് ചെയ്യാൻ നിന്നത്. കാരണം രാവിലെ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ ഗസ്റ്റ് വന്നു പോയി. പിന്നെ അതങ്ങനെ ഇട്ടിട്ട് പിന്നെ വൈകുന്നേരമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ, ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ അവരുടെ കൂടി ഇരിക്കണമല്ലോ. അപ്പോൾ റൂബി മാറ്റിയിട്ട് അതിലേക്ക് കയറി കിടക്കണേണ്. എന്ത് തുണി താഴെയിട്ടാലും അവന് അതിലേക്ക് കയറി കിടക്കണം. അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ മാറ്റിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ വേഗം കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം
കുറേ മയണൈസ് ഉണ്ടാക്കി വെച്ച് രണ്ടാമത്തവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മയണൈസ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കും കുറച്ച് ബ്രെഡ് മയണൈസിലൊക്കെ തിന്നണം, 2 ബ്രെഡ് മേടിക്കുന്നു. ഒരു ബ്രെഡ് മേടിച്ചത് കഴിയില്ല. അപ്പോൾ അവൻ വന്നിട്ട് 3 ബ്രെഡ് മേടിച്ചിട്ട് വന്നിട്ട് ഈ ബ്രെഡ് ആർക്കും വേണ്ടാതെ ഇവിടെ കിടന്ന്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അരിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ആർക്കും വേണ്ടാതെ കിടന്ന് വെച്ച ബ്രെഡ് ആ അരിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത്തിരി മിൽക്ക് പൗഡറും കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഇതുപോലെ ബോൾസാക്കി. അതൊക്കെ പിള്ളേർ ചെയ്തോളൂട്ടെ, എപ്പോഴും ഇതൊക്കെ അവരാ ചെയ്യണത്, ബ്രെഡ് ഗുലാബ് ജാമുനെ. അപ്പോൾ അത് രണ്ടുപേരും കൂടി അതിന് കുഞ്ഞു ബോളാക്കി ഒക്കെ എടുത്ത് വെച്ച്, അപ്പോൾ പഞ്ചസാരയും പാനിയാക്കാനായിട്ട് അതൊരു സൈഡിൽ വെച്ച് അപ്പുറത്ത് അടുപ്പിലേക്ക് നമ്മളുടെ ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 അടുപ്പിലായിട്ട് 2 എണ്ണം. അപ്പോൾ ഒരു ഗുലാബ് എന്നല്ലേ പറഞ്ഞപ്പോൾ ഞാനൊരു റോസേൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ ഒരു കുഞ്ഞു റോസ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്, ഒരു സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇത് ചെറിയ തീയിൽ ഫ്രൈ ചെയ്താലേ ഉള്ളി വെന്ത് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഉള്ളി ഇത്തിരി കല്ല് പോലെ ഇരിക്കും, പുറം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ചെറിയ തീയിൽ, പക്ഷേ എന്താണ് കുറച്ച് പൊടിഞ്ഞു പോയാലും അത് കളഞ്ഞ് ഞാൻ എടുത്തിട്ട് അത് അധികം ഇടരുത്, കുറച്ച് ഇട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുത്താലേ ശരിയാകുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പോൾ ഈ ക്ലീനിങ്ങൊക്കെ കണ്ടിട്ടും നമ്മുടെ അമ്മയ്ക്കൊരു കൂട്ടുകാരി ബിനിയുടെ മോനായതേ അച്ചുക്കുട്ടൻ, അവൻ അമ്മയെ സഹായിക്കുന്ന പിക്ചർ എനിക്ക് ബിനി അയച്ചു തന്നതാണ്. കണ്ട, അവൻ അമ്മനെ പലഹാരം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടാകും ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്യിച്ച് നോക്കുക. അപ്പോൾ പിള്ളേർ ചെയ്യും, ഇതൊക്കെ ഒന്ന് കാണിച്ച് നോക്ക്. താങ്ക് യു.